ഈ ജാസി ആഷിഖ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകും. അവരൊരു LGBTQ വിഭാഗക്കാരാണ്. അഥവാ ആണും തമ്മിൽ, പെണ്ണും തമ്മിൽ പരസ്പരം വിവാഹം ചെയ്യാമെന്നും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമെന്നുള്ള ആശയത്തെ ഉൾക്കൊള്ളുന്ന ഒരു വിഭാഗമാണ് LGBTQ വിഭാഗം. ആ ഒരു വിഭാഗത്തിലുള്ളവരാണ് ഈ ജാസിയും ആഷിഖ് എന്ന് പറയുന്ന രണ്ടുപേരും. ഞാൻ ഏതാനും കുറേ ദിവസങ്ങൾക്ക് മുമ്പാണ് ജാസിയുടെ ഒരു പ്രസ്താവന, അതൊരു ഇസ്ലാമുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ച് ഇങ്ങനെ പ്രതിപാദിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പ് കാണാനിടയായത്. പ്രത്യേകിച്ച് പ്രവാചകനെ കുറിച്ചാണ് ജാസി അതിൽ പറഞ്ഞു വെക്കുന്നത്. ആ സമയത്ത് തന്നെ ഞാൻ ആ ഒരു വീഡിയോയ്ക്കെതിരെ പ്രതികരിക്കണമെന്ന് എനിക്ക് തോന്നിയതാണ്. കാരണം പറഞ്ഞു വെക്കുന്നത് പ്രവാചകനെ കുറിച്ചാണ്, ഇസ്ലാമുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ്. സ്വാഭാവികമെന്നോണം അവർ അതിങ്ങനെ പറഞ്ഞു വെക്കുമ്പോൾ മറ്റുള്ളവർ അത് തെറ്റിദ്ധരിക്കാൻ കാരണമായി വരാം. അതുകൊണ്ട് തന്നെ ഞാൻ ആ സമയത്ത് പ്രതികരിക്കണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ മറ്റു പല കണ്ടന്റുകൾ വന്നതോടുകൂടി ഞാൻ ആ ഒരു ഇതിലേക്ക് പോവുകയായിരുന്നു. ജാസി നടത്തിയ ആ ഒരു പ്രസ്താവന അതെന്തായാലും നമുക്കൊന്ന് ആദ്യം കേൾക്കാം. പിന്നെ ഇതൊക്കെ ആൾക്കാർ ഉണ്ടാക്കി കാരണം റസൂല് ശപിക്കപ്പെട്ട വർഗ്ഗമാണ് ട്രാൻസ്ജെൻഡേഴ്സ്, അല്ലെങ്കിൽ പെൺവേഷം കെട്ടുന്ന ആണുങ്ങളെയും ആൺവേഷം കെട്ടി നടക്കുന്ന പെൺകുട്ടികളും. ഒന്നാമതൊരു വേഷം കെട്ടല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. പിന്നെ ഒരിക്കലും ഇത് റസൂല് ഒരിക്കലും ഒരാൾ ശപിച്ചിട്ടില്ല. റസൂല് എല്ലാവരെയും സ്നേഹിക്കാൻ പഠിക്കുന്ന ഒരു വ്യക്തിയാണ്, എല്ലാവരെയും സ്നേഹം കൊണ്ട് മൂടുന്ന വ്യക്തിയാണ്. അതുപോലെ പടച്ച റബ്ബിന്റെ ഓരോ സൃഷ്ടിയും പടച്ച റബ്ബ് അത്രയും ഹലാലാക്കിയിട്ടാണ് ഈ ഭൂമിയിലേക്ക് പഠിച്ചിട്ടുള്ളൂ. അതിന്റെ ഒരു സൃഷ്ടിനും പടച്ച റബ്ബ് കളിയാക്കില്ല, അല്ലെങ്കിൽ പടച്ച റബ്ബ് ശപിക്കുന്നില്ല. അപ്പോൾ എനിക്ക് ഇനിയുള്ള ട്രാൻസ് കുട്ടികളോട് പറയുന്നത്, പലപ്പോഴും പല ആൾക്കാരും വീട്ടിലും കുടുംബത്തിലൊക്കെ അവരെ ഒതുങ്ങി നിൽക്കുന്നത് ചിലപ്പോൾ ഈ പടച്ച റബ്ബ് ശപിക്കപ്പെട്ട വർഗ്ഗത്തിലേക്ക് നീ പോവല്ലേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ശപിക്കപ്പെട്ട വർഗ്ഗം, അങ്ങനെ ഒരിക്കലും ഒരു കിതാബിലും പറയുന്നില്ല. പടച്ച റബ്ബ് പഠിച്ചിട്ടുണ്ടോ അത് അള്ളാന്റെ ഹലാലായ പഠിപ്പ് തന്നെയാണ്. കണ്ടില്ലേ, ഇതാണ് ജാസി അന്ന് നടത്തിയ പ്രസ്താവന. എന്നാൽ ഈ ഒരു പ്രസ്താവനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും വളരെ വർഷക്കാലമായി ഞങ്ങൾ സൗഹൃദബന്ധം സ്ഥാപിക്കുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരൻ കൂടിയായ ഷിബിലി ഉസ്താദ്, അദ്ദേഹം മനോഹരമായി കൊണ്ട് ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വീഡിയോ കൂടി കാണാം, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. മോനുസേ, നിങ്ങൾ ആൺവേഷം കെട്ടുകയോ പെൺവേഷം കെട്ടുകയോ എന്ത് വേണമെങ്കിലും ആയിക്കോളും. എന്നാൽ അത് വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടി ദീനിന്റെ പേരിൽ കളവ് കെട്ടി ചമക്കേണ്ടതില്ല. നിങ്ങൾ ഒരു കിതാബിലും കണ്ടിട്ടില്ല എങ്കിൽ നിങ്ങൾ ഒരു കിതാബും കണ്ടിട്ടില്ല എന്നാണ് അതിനർത്ഥം, അല്ലാതെ കിതാബിലില്ല എന്നല്ല. അത് പിടിച്ചോ, സ്വഹീഹുൽ ബുഖാരിയിലെ 5885 ഹദീസ്. ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുതശബ്ബിഹീന മിന റജുലി ബിന്നിസായി വൽ മുതശബ്ബിഹാത്തി മിന നിസായി ബിറജുലി. ആൺവേഷം കെട്ടുന്ന ആണിനെ പോലെയാകുന്ന പെണ്ണിനെയും പെൺവേഷം കെട്ടുന്ന പെണ്ണിനെ പോലെയാകുന്ന ആണിനെയും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശപിച്ചിരിക്കുന്നു. പിന്നെ ഒരു കാര്യം, മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാവരെയും സ്നേഹിക്കുന്ന, എല്ലാവരെയും ഇഷ്ടപ്പെടുന്ന വ്യക്തിത്വം തന്നെയാണ്, അതിലൊരു തർക്കവുമില്ല. എന്നാൽ ഇതുപോലത്തെ തോന്നിവാസങ്ങൾ കാണിക്കാൻ നിന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് സപ്പോർട്ട് ചെയ്യുകയില്ല. ഏതുപോലെ മക്കൾ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാൽ ഉമ്മയും ഉപ്പയും ചിലപ്പോൾ അവരെ ചീത്ത പറയും, അല്ലെങ്കിൽ അവരെ 4 പൊട്ടിക്കും. ഇതൊന്നും അവരോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, അവർ നന്നായി കാണാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെയാണ് ഇതും. ദീനിനെ കുറിച്ച് അറിവില്ല എങ്കിൽ വായ തുറക്കാതിരിക്കുക, അല്ലെങ്കിൽ പോയി പഠിക്കുക, അല്ലാതെ ഇതുപോലെ ആളുകളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കരുത്. അതെ, അത് തന്നെയാണ് കറക്റ്റ്. ഷിബിലി ഉസ്താദിന്റെ ഈ ഒരു പ്രസ്താവന വളരെയധികം കൃത്യവും വ്യക്തവുമായ നിലപാടാണ്. ദീനിനെ കുറിച്ച് അറിയില്ലെങ്കിൽ മിണ്ടാതിരിക്കുക, അത് പറയാൻ നിൽക്കരുത്. നിങ്ങൾ കാണിക്കുന്ന ഓരോ കാര്യങ്ങൾക്ക് ഇസ്ലാമിനെ കൂട്ടുപിടിക്കാൻ വേണ്ടി ദയവ് ചെയ്ത് ഇസ്ലാമിന്റെ പേരിൽ ഇത്തരം കള്ളക്കഥകൾ, ഇത്തരത്തിലുള്ള പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിക്കാതിരിക്കുക. ഒരു കിതാബിൽ ഞാൻ കണ്ടില്ല എന്ന് കരുതി അത് കിതാബിലില്ല എന്നല്ല, ഒരുപക്ഷെ അത് തങ്ങൾ വായിച്ച കിതാബിൽ ഇല്ലെന്നിരിക്കാം, മറ്റു കിതാബുകളിൽ കാണാം. അതുകൊണ്ട് അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച്, അത് പ്രത്യേകിച്ച് ഇസ്ലാമുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാകുമ്പോൾ, അതും പ്രവാചകനെക്കുറിച്ചാകുമ്പോൾ, ദയവ് ചെയ്ത് ഇത്തരം കാര്യങ്ങൾ, നിങ്ങൾ പഠിക്കാത്ത കാര്യങ്ങൾ പറയാതിരിക്കുക. നോക്കിയതിൽ ഷിബിലി ഉസ്താദ് അദ്ദേഹം വളരെയധികം കൃത്യമായി കൊണ്ട് ആ ഹദീസ് ഏതാണെന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയുകയും അത് വായിച്ച് മനസ്സിലാക്കി തരികയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഭാഗമാണ് ട്രാൻസ്ജെൻഡർ വിഭാഗം. ആ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന വിഭാഗത്തെക്കുറിച്ച് ഇസ്ലാം വളരെയധികം കൃത്യമായി കൊണ്ട് ഇസ്ലാമിൻ്റെതായ നിലപാട് പറയുന്നുണ്ട്. ഇസ്ലാമിൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒന്നാണ് ഈ സുവർഗരതി എന്ന് പറയുന്നത്. അതായത് ആണും തമ്മിൽ വിവാഹം കഴിക്കുക, പെണ്ണും തമ്മിൽ വിവാഹം കഴിക്കുക എന്നുള്ളത്. നോക്ക്, ഇന്നത്തെ കാലഘട്ടത്തിൽ മാത്രമല്ല, വിശുദ്ധ ഖുർആനിലൂടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള ഈ ഒരു സുവർഗരതിക്കാരെ കുറിച്ച് കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട്. ഇത്തരത്തിൽ സുവർഗരതിക്കാരായ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനതയെക്കുറിച്ച് അല്ലാഹു ഖുർആനിലൂടെ പ്രതിപാദിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള നീച പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോയ ആ സമുദായത്തെ അല്ലാഹു നശിപ്പിച്ചു കളഞ്ഞതായി ഖുർആനിൽ പ്രതിപാദിക്കുന്നുണ്ട്. സ്ത്രീകൾക്ക് പകരം തങ്ങളുടെ ലൈംഗിക ആവശ്യങ്ങൾക്കു വേണ്ടി പുരുഷന്മാരെ ഉപയോഗിക്കാൻ തുടങ്ങിയ ആ ജനതയ്ക്ക് പ്രവാചകൻ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉപദേശങ്ങൾ നൽകിയെങ്കിലും അവർ അത് ചെവികൊണ്ടില്ല. ഒടുവിൽ ഒരു ഇടുത്തി പോലെ അള്ളാഹുവിന്റെ ശിക്ഷ അവരുടെ മേലിറങ്ങി. അവർ താമസിച്ചിരുന്ന പ്രദേശം ഒന്നടങ്കം അള്ളാഹു കീഴ്മേൽ മറിച്ചു.
വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നുണ്ട്, നാം ആ പ്രദേശത്തിൻ്റെ മുകൾ ഭാഗം താഴ്ഭാഗമാക്കി മാറ്റിയെന്ന്. അവരെ കീഴ്മേൽ മറിച്ച ആ പ്രദേശമാണെന്ന് ചാവുകടൽ എന്നറിയപ്പെടുന്നത്. സുവർഗരതിക്കാർക്കുള്ള മുന്നറിയിപ്പ് എന്നോണം ചാവുകടൽ ഇന്നും ഒരു മൂകസാക്ഷിയായി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ്. നിബിതങ്ങൾ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഉമ്മത്തിൽ നിന്ന് ഏറ്റവും ഭയപ്പെടുന്ന പ്രവൃത്തി ലൂത്ത് നബിയുടെ ജനതയുടെ പ്രവർത്തനമാണ്. മറ്റൊരിടത്ത് നിബിതങ്ങൾ പറയുന്നുണ്ട്, സുവർഗരതിക്കാരനെ അള്ളാഹു ശപിച്ചിരിക്കുന്നു, സുവർഗരതിക്കാരനെ അള്ളാഹു ശപിച്ചിരിക്കുന്നു, സുവർഗരതിക്കാരനെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. നോക്ക്, ഇവിടെ പ്രവാചകർ നിബിതങ്ങൾ 3 പ്രാവശ്യം പറഞ്ഞതായി കാണാം. അതിൽ നിന്ന് തന്നെ സുവർഗരതിയുടെ ഭയാനകത നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹു ഷഹാദത്ത് സ്വീകരിക്കാത്ത 3 പേരുടെ കൂട്ടത്തിൽ നിബിതങ്ങൾ പറഞ്ഞ ഒരു വിഭാഗമാണ് ഈ സുവർഗരതിക്കാർ എന്നുള്ളത്. നോക്ക്, ഈ സുവർഗരതി എന്ന് പറയുന്ന ഒരു ആശയത്തിലൂടെ എന്ത് നന്മയാണ് ഈ സമൂഹത്തിന് അല്ലെങ്കിൽ ഈ നാടിന് ഉണ്ടാകുന്നത്? ദോഷമല്ലാതെ ഒരു ഗുണവും ഉണ്ടാകുന്നില്ല. ഏതൊരു മാതാപിതാക്കളുടെയും അവരുടെ എക്കാലത്തെയും ഏറ്റവും വലിയ ആഗ്രഹമാണ് തങ്ങളുടെ മക്കളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത്. ഒരു മകനാണെങ്കിൽ മറ്റൊരു പെൺകുട്ടിക്ക് വിവാഹം കഴിച്ചു കൊടുക്കാറുണ്ട്. ഒരു മകളാണ് എന്നുണ്ടെങ്കിൽ മറ്റൊരു പുരുഷന് വിവാഹം കഴിപ്പിച്ചു കൊടുക്കാറുണ്ട്. പിന്നീട് കല്യാണത്തിന് ശേഷം ആ ഒരു ആണും പെണ്ണും തമ്മിൽ പരസ്പരം സ്നേഹിക്കുകയും ദാമ്പത്യ ജീവിതത്തിലൂടെ അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോഴാണ് ഒരു ദാമ്പത്യ ജീവിതം, ഒരാണിൻ്റെയും പെണ്ണിൻ്റെയും ജീവിതം അർത്ഥവത്തായി മാറുന്നത്. എന്നാൽ ഈ സുവർഗരതി എന്ന് പറയുന്ന ഒരു ആശയത്തിലൂടെ എന്ത് നന്മയാണ് ഉണ്ടാക്കാൻ അവർക്ക് കഴിയുക? ഒരു കുഞ്ഞിനെ ഉണ്ടാക്കാൻ കഴിയില്ല. അതിനേക്കാളപ്പുറം ആ മാതാപിതാക്കളുടെ വേദന ഇത്തരം ആളുകൾ മനസ്സിലാക്കാതെ പോകുന്നു എന്നുള്ളതാണ്. ഈ സുവർഗരതി എന്ന് പറയുന്ന ആശയത്തിൽ പോകുന്ന ഇത്തരം ആളുകളൊക്കെ ആ ആളുകൾക്ക് ജന്മം കൊടുത്ത മാതാപിതാക്കളുടെ ആ ഒരു അവസ്ഥ, ആ ഒരു സങ്കടം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എത്രമാത്രം പ്രയാസത്തിലൂടെ ആയിരിക്കും അവർ കടന്നു പോവുക. മാസങ്ങളോളം നൊന്ത് പ്രസവിച്ച, അവരെ പോറ്റി വളർത്തി പഠിപ്പിച്ച് വലുതാക്കി വിട്ട മക്കൾ, ആ മക്കൾക്ക് നാളെ ഒരു ജീവിതമുണ്ടാകാൻ അല്ലെങ്കിൽ അവരുടെ ഭാവിക്ക് വേണ്ടി അവർ മറ്റൊരുത്തനെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി അവർ ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ആശയത്തിലേക്ക് പോകുമ്പോൾ അവർക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അത്രമേൽ വേദനയുണ്ടാക്കുന്നൊരു കാര്യമാണ്. നിങ്ങൾക്കറിയാം, ആദിലയും നൂറയും കേരളത്തിൽ ഈ അടുത്ത കാലത്തായി വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട 2 പേരാണ്. ആ 2 പെൺകുട്ടികളും പരസ്പരം വിവാഹം കഴിച്ചിരിക്കുകയാണ്. പരസ്പരം ഇഷ്ടപ്പെട്ട് വിവാഹം കഴിക്കുന്നു. എന്തു സന്ദേശമാണ് അവർ ലോകത്തിന് നൽകുന്നത്? അവർ തമ്മിൽ പരസ്പരം വിവാഹം കഴിച്ചാൽ ഒരാണും പെണ്ണും തമ്മിൽ പരസ്പരം വിവാഹം കഴിക്കുന്നത് പോലെയാകുമോ? അവർക്ക് കുട്ടികൾ പോലും ഉണ്ടാകില്ല. ആ 2 പെൺമക്കളെയും വളർത്തി വലുതാക്കിയ മാതാപിതാക്കളുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെയധികം കൃത്യമായിട്ടാണ് ഈ ഭൂമിയിലേക്ക് മനുഷ്യരെ പടച്ചുവിട്ടത്. ആദം നബി ആണായിട്ടും ഹവ്വ ബീവിയെ പെണ്ണായിട്ടും ഈ ഭൂമി ലോകത്തേക്ക് നിയോഗിച്ചു. അവിടെ അള്ളാഹു ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ പടച്ചുവിട്ടിട്ടില്ല. കാലങ്ങൾക്ക് ശേഷം അത് പിന്നീട് മനുഷ്യരിലുണ്ടായ പുരോഗമന ചിന്തകളുടെ അടിസ്ഥാനത്തിലുണ്ടായ ഒരാശയം മാത്രമാണ് ഈ ട്രാൻസ്ജെൻഡർ എന്ന്